ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. ഇന്ന് നമ്മളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 22x വരെ സൂം ചെയ്യാൻ പറ്റുന്ന ഒരു സൂമിംഗ് ലെൻസാണ്. ഇതിനു മുമ്പ് റോക്ക് എന്ന കമ്പനിയുടെ വൈഡ് ആംഗിൾ ലെൻസുകൾ അടങ്ങുന്ന ഒരു കിറ്റ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ മുകളിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലോ ആയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ചേർത്തേക്കാം. ആ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ലെൻസിൻ്റെ കിറ്റ് ബോക്സ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് പ്രൊഡക്റ്റ് പുറത്തേക്ക് എടുക്കാം. പാക്കേജിന് മുകളിലായിട്ട് തന്നെ ചെറിയൊരു സ്റ്റിക്കർ വർക്കിലായിട്ട് ഇതിൻ്റെ കുറച്ച് പിക്ചേഴ്സ്, അതുപോലെ സ്പെസിഫിക്കേഷന് ഇത് ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സ്റ്റിക്കർ വർക്ക് നമുക്ക് റിമൂവ് ചെയ്യാം. ശേഷം വരുന്നത് പാക്കേജാണ്. നല്ലൊരു ക്യാരിയിങ് ബോക്സ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിലായിട്ട് ക്യാരി ചെയ്തെടുക്കേണ്ട ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു സിബ് ഓപ്പൺ ചെയ്ത് നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മുകളിലായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ലെൻസാണ് കാണാൻ സാധിക്കുന്നത്. ശേഷം ബോക്സിലായിട്ട് വരുന്നത് ഒരു റിമോട്ട് കൺട്രോളറാണ്, ബ്ലൂടൂത്ത് റിമോട്ട് കൺട്രോളർ, പിന്നെ ഒരു സ്റ്റാൻഡ് മൗണ്ട്, മൊബൈലിലേക്ക് ഘടിപ്പിക്കുന്നതിനുള്ളൊരു മൗണ്ട്. ഈ മൗണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് നമുക്ക് ലെൻസ് വഴി നോക്കാൻ സാധിക്കുക. പിന്നെ ലെൻസ് മൗണ്ട് ചെയ്യുന്നതിനുള്ള സെപ്പറേറ്റ് ഒരു മൗണ്ട്, യൂസർ മാനുവല്, ക്ലീനിങ് ക്ലോത്ത്, ഇത്രയും തന്നെയാണ് ബോക്സിൽ വരുന്നത്. ബോക്സിൽ നിന്ന് ലഭിച്ചിട്ട് ഈ ഒരു ലെൻസാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ലെൻസ് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു ലെൻസ് വെച്ചിട്ട് നമുക്ക് 22x വരെ സൂം ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ സാധിക്കുക. ടിക്ടോക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിക്കൊണ്ട് മൊബൈൽ ഫോണിൽ തന്നെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ലെൻസുകളൊക്കെയാണ് അതിൽ ഉപയോഗിക്കുന്നത്. ഈ ലെൻസ് ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ബ്ലർ ആയിക്കൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ലെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ബ്ലാക്ക് മിക്സ് കളറാണ് വരുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ നമുക്കൊരു കപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലായിട്ട് നമുക്ക് സൂമിങ് അതുപോലെ തന്നെ ഫോക്കസിങ് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഈ ഒരു 2 റബ്ബർ ബുഷുകൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റീല് ബിൽഡ് കൂടിയാണിത്. ആദ്യം തന്നെ നമുക്ക് ഇതെങ്ങനെ മൊബൈൽ ഫോണിലൊന്ന് കണക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് ലെൻസിൻ്റെ പിൻഭാഗത്തെ ഈ ഒരു ടോപ്പ് നമുക്ക് ഊരാം. ശേഷം നമ്മുടെ മൊബൈൽ മൗണ്ട് ചെയ്യുന്ന ഈ ഒരു മൗണ്ടിലേക്ക് ഇത് കണക്ട് ചെയ്യാം. നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൊബൈൽ ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടത്. അതിനായിട്ട് നമുക്ക് ഇവിടെയുള്ള ഈ ഒരു അടപ്പ് കൂടി ഊരാം. ശേഷം ഈ ഭാഗം നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്തിട്ട് ലെൻസ് ഈ ഒരു രീതിയിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ലെൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ലെൻസിൻ്റെ ഒരു സൈസ് വരുന്നത്. ഇനി ഈ ഭാഗം ഒന്ന് ലൂസ് ചെയ്തിട്ട് മൊബൈൽ ഫോൺ ഇവിടേക്ക് കണക്ട് ചെയ്യാം. ക്യാമറ ഒന്ന് ഓൺ ആക്കിയിട്ട് ലെൻസിൻ്റെ പൊസിഷൻ സെറ്റ് ചെയ്തതിനു ശേഷം നമുക്കൊന്ന് മൊബൈൽ ഫോൺ ടൈറ്റ് ചെയ്തെടുക്കാം. കൂടാതെ നമ്മുടെ മൊബൈൽ ഫോൺ ഈ ഒരു രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്ഷൻ ആവുകയില്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് മുകളിലേക്ക് ആക്കിയാൽ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരുന്നോളും. ഞാൻ മൊബൈൽ ഫോൺ ഇപ്പോൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊബൈൽ ഫോണിലൂടെ ഈ ഒരു വിഷ്വൽ കാണാൻ സാധിക്കും. നമ്മുടെ ഇവിടെയുള്ള വിഷ്വലാണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് ചെറിയ രീതിയിൽ സൂം അഡ്ജസ്റ്റ്മെൻറ്റ് അതുപോലെ തന്നെ ഫോക്കസിങ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ഈ മൗണ്ട് ഉപയോഗിച്ച് ഇവിടെ മൗണ്ട് ചെയ്തിട്ട് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണക്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ ഒരു മൗണ്ട് ഇതിൽ നമ്മൾ കണക്ട് ചെയ്യണം. ഇത് കണക്ട് ചെയ്തതിനു ശേഷം മൗണ്ടിൻ്റെ ഈ ഒരു ഭാഷം നമുക്ക് നമ്മുടെ സ്റ്റാൻഡിലൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാൻഡിൽ കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള കറക്റ്റായിട്ട് സ്റ്റഡി ആയിട്ടുള്ളൊരു പിക്ചർ എടുക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ ഫോക്കസ് ആയിട്ട് നമുക്ക് ആ ഒരു പവർ ബാങ്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് പവർ ബാങ്ക് വരുന്നത്. അതിനാണ് നമ്മളിവിടെ അത്രയും അടുത്തായിട്ട് ഫോക്കസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ മൊബൈൽ ഫോണ് ലെൻസുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. ഏത് തരത്തിലുള്ള മൊബൈൽ ഫോണിൽ നമുക്ക് ലെൻസ് കണക്ട് ചെയ്യാം. ഇത് വരുന്നത് സൂമിങ്ങിനും അതുപോലെ തന്നെ ഇത് ഫോക്കസിങ്ങിൻ്റെ റിങ്ങുമായിട്ടാണ് വരുന്നത്. ഈ ഒരു മൗണ്ട് നമുക്ക് ഇതിലേക്ക് മൗണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ണ് ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മൗണ്ട് നമ്മളിതിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതിലൂടെ കണ്ണിലൂടെ നമുക്ക് കറക്റ്റായിട്ട് സൂം ചെയ്ത് നോക്കാൻ സാധിക്കും. അപ്പോൾ മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്ത് നമുക്ക് വീഡിയോസ് എടുക്കുകയാണെങ്കിൽ കണ്ടല്ലോ, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലർ ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്.
കൂടാതെ സ്റ്റാൻഡ് വെച്ചിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ എടുക്കാം. 22x സൂം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലോങ് ഉള്ള പ്രൊഡക്റ്റ് ഒക്കെ തന്നെ നമുക്ക് വളരെ അടുത്തായിട്ട് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. നോർമൽ കണ്ടുകൊണ്ട് നമുക്ക് കാണാത്ത പ്രൊഡക്റ്റ് ഒക്കെ ഇത് ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഫോട്ടോ സാമ്പിൾസും വീഡിയോ സാമ്പിൾസും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ലെൻസിന്റെ ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ടാവും. എനിക്ക് തോന്നിയത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ലഭിക്കുന്നത്. അത്രയും ദൂരെയുള്ള പ്രൊഡക്റ്റ് എടുത്തിട്ട് കൂടി നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ എടുക്കുന്നില്ല. പിന്നെ സൈഡ് എഡ്ജുകളൊക്കെ ചെറുതായിട്ടൊന്ന് ബ്ലറായി പോകുന്നുണ്ടെന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത്. എങ്കിലും സാധാരണ ഒരു ലെൻസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലെൻസിന്റെ റൗണ്ട് പാർട്ട് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. ഈ ലെൻസ് വെച്ച് എടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം തോന്നിയില്ല. നമുക്ക് ഡിസ്പ്ലേ മൊത്തമായിട്ട് തന്നെ ആ ഒരു പിക്ചർ ലഭിക്കുന്നുണ്ട്. മുന്നേയൊക്കെ നമുക്ക് ലെൻസ് വെക്കുകയാണെങ്കിൽ ഒരു 2x 4x സൂം ഒക്കെ നമ്മുടെ ക്യാമറയിൽ ചെയ്താലാണ് ആ ഒരു റൗണ്ട് പാർട്ട് നമുക്ക് റിമൂവ് ആയി പോവുക. ഈ ലെൻസിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കൂടാതെ നമുക്ക് ചെറിയ രീതിയിലൊന്ന് സൂമിങ് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ ഫോക്കസിങ് ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഈ ഒരു ലെൻസ് ഉപയോഗിച്ച് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സൂം ലെൻസിന് വേണ്ടി നിങ്ങൾ തിരയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായേക്കാം. ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറുകളുടെ ഡീറ്റെയിൽസ്, ഇതിൻ്റെ പ്രൈസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.